തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹിതരെ, ഞങ്ങളുടെ സഭയിലെ വളരെ വിശുദ്ധനായ ഒരു വൈദികനാണ് ഫാദർ ആൻഡ്രൂസ് പോത്തനാട്. അച്ഛൻ മരിച്ചത് 98 വയസ്സുള്ളപ്പോഴാണ്. അച്ഛൻ്റെ അവസാന കാലങ്ങളിൽ ഞാനൊരു ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അച്ഛനെ ആശുപത്രിയിൽ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒരിക്കൽ വൈകുന്നേരം അച്ഛനെ കുളിപ്പിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി വെള്ളം, ചൂടുവെള്ളവും എല്ലാം മിക്സ് ചെയ്തു പാകത്തിനാക്കി ഞാനതൊരു ബക്കറ്റിൽ നിന്ന് കപ്പിലെടുത്ത് അച്ഛൻ്റെ തലയിലേക്ക് ഒഴിക്കാൻ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു, പുട്ട് ഇറ്റ് ബാക്ക്, അത് തിരിച്ചിടാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്താണത്? അച്ഛനത് തിരിച്ചിടിപ്പിച്ചിട്ട് ആ വെള്ളം ആശീർവദിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഈ വെള്ളം ആശീർവദിക്കാറുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. അച്ഛന് ആ കുളിക്കുന്നത് പോലും ഒരു പ്രാർത്ഥനയാണ്. അവരൊക്കെ എന്ത് ചെയ്തപ്പോഴും അത് ദൈവവുമായുള്ളൊരു സംഭാഷണമാണ്. ഞങ്ങളുടെ പാരീസിലുള്ള കർമ്മല ആശ്രമത്തിലുണ്ടായിരുന്ന ഒരു ബ്രദർ ലോറൻസ്, അദ്ദേഹം അന്ന് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു ബ്രദറായിരുന്നു, സാധാരണ ഒരു സന്യാസി. പക്ഷെ അദ്ദേഹം പാത്രം കഴുകുമ്പോൾ പോലും പ്രാർത്ഥിച്ചിരുന്നു. അടുക്കളയെ പ്രാർത്ഥന മുറിയാക്കി മാറ്റി. പലപ്പോഴും അദ്ദേഹം ധ്യാന നിമഗ്നനായി പാത്രവും കൊണ്ട് ഉയർന്നു പോയി എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ അന്നത്തെ ബിഷപ്പുമാർ പോലും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കാൻ ബ്രദറിനെ കാണാൻ വരും. പക്ഷെ അവർ അടുക്കളയിൽ ചെന്നിട്ട് വേണം ബ്രദറിനെ കാണാൻ. കാരണം ബ്രദർ അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, നിരന്തരം പ്രാർത്ഥിക്കുക. അതിൻ്റെ അർത്ഥം എപ്പോഴും പോയി പള്ളിയിലോ ചാപ്പലിലോ ഇരിക്കാനല്ല, മറിച്ച് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതൊരു ദൈവവുമായുള്ളൊരു സംഭാഷണമായിട്ട് മാറട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.